ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മെജുഗോറിയയിലെ 6 കുട്ടികൾക്ക്, 4 പെൺകുട്ടികൾക്കും 2 ആൺകുട്ടികൾക്കും മാതാവ് സ്ഥിരമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കുറേയധികം പ്രവചനങ്ങളും സന്ദേശങ്ങളും രഹസ്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. മെജുഗൊറിയ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഈ മെജുഗൊറിയൻ സന്ദേശങ്ങളും ഗരബന്താളിലെ സന്ദേശങ്ങളും മറ്റു മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിൽ വന്ന സന്ദേശങ്ങളും ഫാത്തിമയുടെ സന്ദേശങ്ങളും ഒക്കെ ഏകദേശം സമാനമായ രീതിയിലാണ് കാണുക. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇവിടെ പ്രത്യക്ഷപ്പെടൽ നടന്ന 6 കുട്ടികളിൽ ഒരു കുട്ടി വിസ്ക എന്നു പേരുള്ള ആ കുട്ടിയുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനായി ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും അന്ത്യകാലമായി എന്നും ഈശോയുടെ 2ാം വരവ് അടുത്തു എന്നും അതിനായിട്ട് ഒരുങ്ങണമെന്നും എല്ലാവരും പല വഴിക്കും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഇതെല്ലാം സത്യമായിട്ട് വരേണ്ട കാലമായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൻ്റെ ഏറ്റവും വലിയൊരു സത്യമാണ്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വലിയ സത്യമാണ് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞത്. 400 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മദറിന് പ്രത്യക്ഷപ്പെട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വിസ്കായുമായിട്ടുള്ള അഭിമുഖമാണ്. പ്രത്യക്ഷീകരണം നടന്ന വിസ്കയുമായിട്ട് ഫിൻബാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ അഭിമുഖമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. 1-2 ചോദ്യങ്ങൾക്കുള്ള മറുപടി മാത്രമേ ഞാൻ ഈ ഒരു പങ്കുവയ്ക്കലിൽ പറയുന്നുള്ളൂ. ഇദ്ദേഹം വിസ്കയോട് ചോദിക്കുന്നുണ്ട്, ഈശോയെ നീ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, അതൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഇന്ന് അവർക്ക് പ്രായമായി കേട്ടോ. വിസ്കയ്ക്ക് പ്രത്യക്ഷീകരണം നടക്കുമ്പോൾ 16 വയസ്സ് പ്രായമുണ്ടായിരുന്നുള്ളൂ. 1981 ജൂൺ 24 പ്രായം 16 വയസ്സാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രായം നിങ്ങൾക്ക് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. അവർക്ക് വിവാഹം കഴിഞ്ഞ് അവർക്ക് 2 മക്കളുണ്ട്. ഈ വിസ്കയോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈശോയെ നിനക്ക് കാണാൻ കഴിഞ്ഞതിനെ കുറിച്ചൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ക്രിസ്തുമസ് ദിവസങ്ങളിലാണ് പരിശുദ്ധ അമ്മയോടൊപ്പം ഞാൻ ഈശോയെ കണ്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ചോദ്യമായിരുന്നു, നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഗരബന്താളിലും മറ്റു പല സ്ഥലങ്ങളിലും ഒരു വലിയ മുന്നറിയിപ്പ് ലോകത്തിന് വരും എന്ന് പരിശുദ്ധ അമ്മ പല പ്രത്യക്ഷീകരണങ്ങളിലും പറയുന്നുണ്ട്. ഒരു മുന്നറിയിപ്പ് ലോകത്തിന് വരും, അത് ലോകം മുഴുവനുമുള്ള ആളുകൾക്ക് ഒരുപോലെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു മുന്നറിയിപ്പ് ആകാശത്ത് വരുമ്പോൾ തന്നെ മനുഷ്യരിൽ പലരും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേരും മാനസാന്തരപ്പെടണം. എന്നിട്ടും മാനസാന്തരമില്ലാത്ത ആളുകളെ നോക്കിയിട്ടാണ് പൈൻമര കൂട്ടത്തിൽ ഗരബന്താളിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ഥിരമായൊരു അത്ഭുതം കാണാവുന്നത്, സ്പർശിക്കാവുന്നത്, ക്യാമറയിൽ പകർത്താവുന്നത്, അങ്ങനെ സ്പർശിക്കാവുന്നതല്ല കാണാവുന്നതും ക്യാമറയിൽ പകർത്താവുന്നതുമായ ഒരു സ്ഥിരമായ അത്ഭുതം പൈൻമരങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് ലോകം മുഴുവൻ എല്ലാവർക്കും കാണുന്ന തരത്തിലൊരു മുന്നറിയിപ്പ് വരും. ആകാശത്താണത് വരുന്നത്. അതെല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റും. അത് ഓരോരുത്തർ ചെയ്ത പാപത്തിൻ്റെ തോതനുസരിച്ച് അതിൻ്റെ ഭയാനകത പലർക്കും വ്യത്യസ്തമായിരിക്കും. പാപം ചെയ്യാതെ ജീവിക്കുക
സ്നേഹത്തിൽ ജീവിക്കുക എന്നതാണ് എപ്പോഴും മാനസാന്തരപ്പെടുക. ഇതാണ് സന്ദേശം. ആ സന്ദേശം അനുസരിച്ച് ജീവിച്ചവർക്ക് ഈ ആകാശത്തുള്ള വലിയ അടയാളം വരുമ്പോൾ, ആ അടയാളം എന്ന് പറയുന്നത് 2 നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കുന്ന പോലെയോ, ഭൂമി മുഴുവൻ പ്രകമ്പനം കൊള്ളുന്നത് പോലെയോ, തീജാലകൾ ഇറങ്ങുന്നത് പോലെയോ, അങ്ങനെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും ഈ ഭയപ്പെടുത്തൽ, ഭയാനകമായ ഈ മുന്നറിയിപ്പ്. ഇതിനെക്കുറിച്ചാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇത് ഗരബന്ധാല് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഫിൻബാൽ ചോദിച്ചു, പ്രത്യക്ഷീകരണം അവസാനിക്കുന്നതോടെ പ്രത്യക്ഷീകരണ കുന്നിൽ ഒരു സ്ഥിരമായ അടയാളം പരിശുദ്ധ അമ്മ സ്ഥാപിക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടല്ലോ. മെജുഗോറിയയിലും ഒരു വലിയ അടയാളം കുന്നിൽ, പ്രത്യക്ഷീകരണം നടക്കുന്ന കുന്നിൽ സ്ഥാപിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിസ്ക പറയാണ്, ഇത് അമ്മ ഞങ്ങൾക്ക് നൽകിയ 3ാമത്തെ രഹസ്യമാണ്. ഈ അടയാളം സ്ഥാപിക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ സാധിക്കും, സ്ഥിരമായിട്ടുള്ളതായിരിക്കും, തകർക്കാൻ സാധിക്കാത്തതും ആയിരിക്കും. പരിശുദ്ധ അമ്മ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിൻ്റെ തെളിവാണിത്. അത് ഞങ്ങളോടൊപ്പം പരിശുദ്ധ അമ്മ മെജുഗോറിയയിലുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അത് എന്നാണ് വിസ്ക പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഭൂമിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യക്ഷീകരണങ്ങളിൽ അവസാനത്തേതായിരിക്കും ഇത്. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്നത്, മെജുഗോറിയൻ പ്രത്യക്ഷീകരണം. അതായത് വിസ്ക പറയുകയാണ്, ഈ രീതിയിൽ പരിശുദ്ധ അമ്മ വരുന്നത് ഇത് അവസാനത്തേതായിരിക്കും. മെജുഗോറിയയിൽ മാതാവ് പ്രതിഷ്ഠപ്പെടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ എല്ലാവർക്കും പലർക്കും പോകുന്നവർക്കും അവിടെ മാതാവിനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അവസാനത്തെ പ്രത്യക്ഷീകരണമാണ് ഇത് എന്നാണ് മാതാവ് പറഞ്ഞത്. ഇങ്ങനെയൊരു പ്രത്യക്ഷീകരണം ഇനി ഒരിക്കലും ഭൂമിയിൽ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതെന്താ അർത്ഥമാക്കുന്നത് എന്ന് വിസ്കയ്ക്കും അറിഞ്ഞുകൂടാ. പരിശുദ്ധ അമ്മ പറഞ്ഞത് അങ്ങനെ തന്നെ പറയുകയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ഇവർ പറയുന്നുണ്ട്, ഇത് ഒരു പ്രത്യേക കൃപയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് അമ്മ ഓർമ്മിപ്പിക്കുകയാണ്, തരുന്ന സന്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ആരംഭിക്കണം, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതുപോലെ പരിശുദ്ധ അമ്മ സ്വന്തം ജീവിത കഥ ഇവരോട് പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള വിവരങ്ങൾ. നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഇവർക്കത് ഫുൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇവർ ഈ വിസ്ക അത് ബുക്കാക്കി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പരസ്യമാക്കാനുള്ള അടയാളം അമ്മ ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവളത് പ്രസിദ്ധപ്പെടുത്താതെ നിൽക്കുന്നത്. അതുപോലെ വിസ്കയ്ക്ക് 9 രഹസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 3ാമത്തെ രഹസ്യമായിരുന്നു സ്ഥിരമായി സ്ഥാപിക്കുന്ന ഒരു അടയാളം. അത് വിസ്കയ്ക്ക് കൊടുത്ത 3ാമത്തെ രഹസ്യമാണ്. അതുപോലെ 7ാമത്തെ രഹസ്യം പറയുന്നത്, അതുപോലെ പറയുന്നത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയും പരിത്യാഗത്തിൻ്റെ ഫലമായിട്ട് 7ാമതൊരു രഹസ്യം കൊടുത്തിട്ടുണ്ട്. മൊത്തം 9 രഹസ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആ 9 രഹസ്യത്തിൽ 3ാമത്തെ രഹസ്യമാണ് ഈ സ്ഥിരമായ അടയാളം. പിന്നെ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയും പരിത്യാഗം ചെയ്യുകയും ചെയ്യുമ്പോൾ 7ാമത്തെ രഹസ്യത്തിൻ്റെ തീവ്രത പകുതിയായി കുറച്ചിട്ടുണ്ടെന്ന്. ഇത് ഇത്രയും മാത്രമേ അവർ പറയുള്ളൂ, ബാക്കി ഒരു കാര്യങ്ങളും പറയില്ല. എത്ര ചോദിച്ചാലും പറയും ഇത്ര മാത്രം പറയാനേ ഞങ്ങൾക്ക് അനുവാദമുള്ളൂ എന്ന്. അതുപോലെ പരിശുദ്ധ അമ്മ ഒരിക്കൽ ഈ വിസ്കയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗം കാണിച്ചു കൊടുത്ത ഒരു നിമിഷത്തിൽ എന്താണ് സ്വർഗത്തിൽ കണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആ ഒരു ദിവസം യാക്കോവിൻ്റെ ഒപ്പം, അതായത് പ്രത്യക്ഷീകരണം നടക്കുന്ന മറ്റൊരു കുട്ടിയാണ് യാക്കോവ്. അങ്ങനെ യാക്കോവ് ഏറ്റവും പ്രായം കുറഞ്ഞതും വിസ്ക 16 വയസ്സുള്ള പെൺകുട്ടിയും.
അങ്ങനെ പരിശുദ്ധ അമ്മ ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഇവർ രണ്ടുപേരെയും സ്വർഗവും ശുദ്ധീകരണ സ്ഥലവും നരകവും കാണിക്കാൻ കൊണ്ടുപോവുകയാണ് നിങ്ങളെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോൾ ഈ 10 വയസ്സുള്ള യാക്കോബ്, അപ്പോൾ അവൻ പറഞ്ഞു സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ തിരികെ വരില്ലല്ലോ, അവന് കുറച്ച് പ്രായമല്ലേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, അമ്മേ വിസ്കേനെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ട് പോകണം കേട്ടോ, കാരണം അവൾക്ക് കുറേ സഹോദരന്മാർ വേറെ ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ പറഞ്ഞു, ആകാശത്തിലൂടെയോ ഭൂമിയിലൂടെയോ യാത്ര ചെയ്യുമ്പോൾ കുറേയധികം ദിവസങ്ങൾ അതിനായി വേണ്ടി വരികയില്ലേ എന്നൊക്കെയായിരുന്നു ഇവർ ചിന്തിച്ചിരുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മ ഇവരുടെ ബിസ്കയുടെ വലത്തുകരവും യാക്കോവിൻ്റെ ഇടത്തുകരവും പിടിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ ഉയർന്നു പോകുമ്പോൾ മേൽക്കൂര തുറക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. മേൽക്കൂര അങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇവർ സ്വർഗത്തിലെത്തി. ഈ സ്വർഗം അതിർത്തി നിശ്ചയിക്കാത്ത ഒരു വലിയ സ്ഥലമാണെന്നാണ് പറയുന്നത്. ഭൂമിയിൽ ഒരിക്കലും നാം കണ്ടിട്ടില്ലാത്ത പ്രത്യേകമായിട്ടുള്ള ജീവിതമാണ് അവിടെ. പിങ്കും മഞ്ഞയും നരച്ച കളറുമുള്ള നിറങ്ങളോട് കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച ജനങ്ങളാണ് അവിടെയുള്ളത്. അവർ നടക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ചെറിയ ചെറിയ മാലാഖമാർ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അവർ കൊച്ചു കൊച്ചു കൂട്ടങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഭാഷയൊന്നും ഇവർക്ക് മനസ്സിലായില്ല. ഇവർ ഈ സ്വർഗം കണ്ടപ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു സന്തോഷത്താൽ അവർ നിറഞ്ഞു എന്നാണ് പറയുന്നത്. വിസ്ക പറയണേ, ഇത് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. വർഷങ്ങൾ മുമ്പ് നടന്ന ദർശനമാണെങ്കിലും അവർക്ക് ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം അത് പറയുമ്പോഴേക്കും അവർ സന്തോഷം കൊണ്ട്, ഒരു ആത്മീയ ഉണർവ് കൊണ്ട് പറയാൻ പറ്റാത്ത പോലെ ആകുകയാണ്. അതുപോലെ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ നിന്നുള്ളൊരു വേർപാട് നമുക്ക് അനുഭവപ്പെടും. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു എന്നൊരു തോന്നലും വരും. വായുവിലൂടെ ശക്തമായി തള്ളുന്ന അവസ്ഥയിലാണത്രേ ഇവർക്ക് യാത്ര തോന്നിയത്. അപ്പോൾ ഈ ഫിൻബാർ ചോദിക്കുന്നുണ്ട്, വാതിൽ തുറന്നപ്പോൾ നീ പത്രോസിനെ കണ്ടോ എന്ന്. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നത് പത്രോസാണല്ലോ. അപ്പോൾ പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല, പരിശുദ്ധ അമ്മ തന്നെയാണ് വാതിൽ തുറന്നു തന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങൾ പത്രോസിനെ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ കണ്ടു, ഞങ്ങൾ ഞങ്ങളുടെ വലതുവശത്തായിട്ട് പത്രോസ് നിൽക്കുന്നത് കണ്ടു. പക്ഷേ പരിശുദ്ധ അമ്മ തന്നെയാണ് ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത് എന്ന് അവർ പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ബിസ്കയുമായിട്ടുള്ള ഈ അഭിമുഖം കുറേയുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതിൽ 1-2 അനുഭവമാണ് ആ സ്ഥിരമായ അടയാളവും സ്വർഗദർശനം. ഇനി ശുദ്ധീകരണ സ്ഥലത്ത് ദർശനം കൂടിയേ ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നുള്ളൂ. അങ്ങനെ സ്വർഗത്തിൻ്റെ ദർശനം കഴിഞ്ഞ് പിന്നെ അമ്മ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവർക്ക് ശുദ്ധീകരണ സ്ഥലം ശരിക്കും കാണാൻ പറ്റി. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ അവർ പോയിട്ടില്ല, അതിൻ്റെ മുൻവശത്ത് പോയി നിൽക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഈ ശുദ്ധീകരണ സ്ഥലവും ഇതുപോലെ തന്നെ വിശാലമായൊരു സ്ഥലമാണെന്ന് പറയുന്നു. അവിടെ അവർക്ക് ജനങ്ങളുടെ മുഖമൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അവരൊക്കെ അവിടെ വളരെയധികം കഷ്ടപ്പെടുന്നതും സഹിക്കുന്നതും ആയ ഒരു രീതിയിലാണ് അവരെ കണ്ടത്. അപ്പോൾ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുന്ന സ്ഥലമാണ് ഇതെന്ന് അമ്മ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ്, ഇവർക്ക് വേണ്ടി നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കണം, ഇവരെ മോചിപ്പിക്കാനായിട്ട്. അതുപോലെ അവർക്ക് ദൈവത്തെ അറിയാം, പക്ഷെ ദൈവസന്നിധിയിൽ വരാൻ പറ്റണില്ല. ഇതാണ് അവരുടെ വലിയ സഹനം. അപ്പം അതുകൊണ്ട് പ്രകാശത്തിൽ വസിക്കാനായിട്ട് അവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ മാതാവ് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, ഈ വിസ്കയുമായിട്ടുള്ള അഭിമുഖവും ഈ 6 കുട്ടികളുമായിട്ടുള്ള അഭിമുഖം വായിക്കുമ്പോൾ നമുക്ക് കുറേയധികം ഉൾക്കാഴ്ചകൾ കിട്ടും. പലതും സത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്നത് കാണും. ഈ ഗരബന്താളിലെ സന്ദേശം നമുക്കറിയാം, കൊഞ്ചിതയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു വലിയ ആദ്യ മുന്നറിയിപ്പ് ലോകം മുഴുവൻ വരും. അതുതന്നെയാണ് ഇവിടെയും ഈ കുട്ടികളോടും പറഞ്ഞിട്ടുള്ളത്. അതിനു മുൻപ് ആദ്യ മുന്നറിയിപ്പ് വന്നതിന് ശേഷം പൈൻമരങ്ങളുടെ ഇടയിൽ അവിടെയും ഒരു അടയാളം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാതും
ഈ മജുഗോറിയയിലെ പ്രത്യക്ഷീകരണത്തിൽ മിരിയാനിക്കാണല്ലോ കൂടുതൽ പ്രത്യക്ഷീകരണങ്ങൾ കിട്ടിയിട്ടുള്ളതും രഹസ്യങ്ങളൊക്കെ മിരിയാനിക്ക് കുറേ അധികം ദർശനങ്ങളും സന്ദേശങ്ങളും കിട്ടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മിരിയാനോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ പ്രത്യക്ഷീകരണങ്ങളിൽ കൂടെയൊക്കെ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് വൈകാതെ മാനസാന്തരപ്പെടാനാണ് പറയുന്നത്. എന്താണ് നമ്മുടെ ലോകത്തിൽ രണ്ടാം വരവിന് വേണ്ടിയും ഇപ്പോഴത്തെ കാലഘട്ടം സാത്താൻ്റെ വിളയാട്ടം, അതുപോലെ ലോകത്തിൻ്റെ അവസാനം, ഭൂകമ്പങ്ങൾ, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് മെജുഗോറിയയിലെ കുട്ടികളോട് അമ്മ പറഞ്ഞു. നിങ്ങൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം, അതുപോലെ സഹോദര സ്നേഹം, ദൈവസ്നേഹം, അതുപോലെ തന്നെ ലോകത്തിൻ്റെതായ എല്ലാം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് നല്ല ജീവിതം നയിക്കുക. ഇത്ര മാത്രമേ സ്വർഗം ആഗ്രഹിക്കുന്നുള്ളൂ. അതാദ്യം തുടങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലുമാണെന്ന്. പ്രിയ കൂട്ടുകാരെ, ഈ അവസാനത്തെ വരവൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. നന്മയിൽ ജീവിച്ചാൽ മതി. ബാക്കിയെല്ലാം ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നോക്കിക്കൊള്ളും. സ്വർഗത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അതിനായിട്ട് ഒരുങ്ങാനാണ് ഇപ്പോൾ അമ്മ ഇങ്ങനെ ഓടി നടന്ന് പ്രത്യക്ഷപ്പെടുന്നത്. പല പ്രത്യക്ഷീകരണങ്ങളും കിട്ടിയിട്ടും മനുഷ്യരെല്ലാം ഇത് വളരെ നിസ്സാരമായി കണ്ട് ജീവിക്കുന്ന അതേ രീതിയിൽ തന്നെ ജീവിക്കുന്നു എന്നതാണ് അമ്മയുടെ കണ്ണുനീരിൻ്റെ കാരണം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അമ്മ സമാധാന റാണിയായിട്ടാണ് വന്നിരിക്കുന്നത്. സമാധാനം ലഭിക്കണം കുടുംബങ്ങളിലും രാജ്യത്തിനും. ഈ 6 കുട്ടികളുടെയും അഭിമുഖവും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം ഓരോ ചെറിയ പങ്കുവയ്ക്കലായിട്ട് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരാം. അമ്മ ഇവിടെ പറഞ്ഞു, പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും മാത്രമേ മാനസാന്തരം സംഭവിക്കുകയുള്ളൂ. നമ്മൾ ഈ അന്ത്യകാലത്തെ ഒരുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതും ആദ്യത്തെ മുന്നറിയിപ്പ്, ലോകം മുഴുവൻ വരുമെന്ന് അമ്മ പറഞ്ഞിട്ടുള്ള ആ മുന്നറിയിപ്പ് എത്രയും വേഗം വരണമെന്നും, ആ മുന്നറിയിപ്പ് വരുമ്പോൾ ലോകത്തെ എല്ലാ മക്കളും മാനസാന്തരപ്പെടണമേ എന്നും, ഒരാൾ പോലും നഷ്ടപ്പെടാൻ ഇടയാകല്ലേ എന്നും ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം അമ്മ മാതാവ് എന്തിനാണ് നമ്മളോട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുമെന്ന് പറയുന്നത്? ഈ ആദ്യത്തെ മുന്നറിയിപ്പ് വരുമ്പോൾ സകല മനുഷ്യരും മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം സൃഷ്ടാവിൻ്റെ ഒരു മക്കളും നശിച്ചു പോകാൻ ഇടവരരുത്. അഹങ്കാരമുള്ളവരും ജഡികഭാവമുള്ളവരും ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരും അതുപോലെ നിരാശയിൽപ്പെട്ട് കിടക്കുന്നവരും തെറ്റായ ചിന്തകളുള്ളവരും അങ്ങനെ എല്ലാവരും മാനസാന്തരപ്പെടണം. അതാണ് നമ്മൾ മനസ്സിലെപ്പോഴും കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ലോകത്തിൻ്റെ പാപത്തിനാണ് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത്. പാപികളുടെ മാനസാന്തരത്തിനാണ് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത്. ഈ ആദ്യത്തെ മുന്നറിയിപ്പ് വരുമ്പോൾ ആ മുന്നറിയിപ്പിനാൽ തന്നെ എല്ലാവരും മാനസാന്തരപ്പെടണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. പരിശുദ്ധ അമ്മ പറഞ്ഞു, ധാരാളം പ്രാർത്ഥിക്കുവിൻ, പരിശുദ്ധമായ ജപമാല മുറുകെ പിടിക്കുവിൻ, പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും മുഖ്യം, അതുപോലെ ദിവ്യകാരുണ്യ ആരാധന, ഇതെല്ലാം പാപപരിഹാരമായിട്ട് നമുക്ക് കാഴ്ചവെക്കാം. അതുപോലെ മാതാവ് ഇവിടെ പറയുന്നുണ്ട്, വിശ്വാസ പ്രമാണം ചെല്ലാനും 7 സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, 7 നന്മ നിറഞ്ഞ മറിയുമ്പോൾ 7 തൃത്വസ്തുതിയും ചൊല്ലണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. റൊട്ടിയും വെള്ളവും കഴിച്ച് വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ പറയുന്നുണ്ട്. ഈ 7 വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ തന്നെയാണ് കിബുഹയിലെ സെഗദാശിയോടും പരിശുദ്ധ അമ്മ പറഞ്ഞത്. കിബുഹയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്, വ്യാകുലങ്ങളുടെ ജപമാല ചൊല്ലുക, ഇത് അനേകം മക്കളുടെ മാനസാന്തരത്തിന് വഴിതെളിയിക്കുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ പ്രത്യക്ഷീകരണങ്ങളൊക്കെ ഓർക്കാം, ധാരാളം പ്രാർത്ഥിക്കാം, ധാരാളം ജപമാല ചൊല്ലിയിട്ട് ആദ്യത്തെ മുന്നറിയിപ്പ് ലോകത്തേക്ക് വരുമ്പോൾ അത് കണ്ടിട്ട് എല്ലാ മക്കളും മാനസാന്തരപ്പെടണം. അങ്ങനെ ഒരു സൃഷ്ടി പോലും നശിക്കാതെ നമ്മുടെ പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഈ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ കുറവുകളിൽ, നമുക്കുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളിൽ, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ
നമ്മൾ എളിമപ്പെട്ട് അത് സഹിച്ച് ഇത് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷീകരണങ്ങളായിട്ട് നമുക്ക് അമ്മ കൂടുതലായി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് പങ്കുവയ്ക്കാം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് ദൈവസ്നേഹവും സഹോദര സ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.